നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പിടിപെട്ടെന്ന പേടിയെ തുടർന്ന് ദുബായിൽ ഒരു മലയാളി ജീവനൊടുക്കിയതായി റിപ്പോർട്ട്. കൊല്ലം പ്രാക്കുളം സ്വദേശിയാണ് ദുബായിൽ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. പ്രാക്കുളം മായാവിലാസിൽ അശോകനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയോടെയായിരുന്നു സംഭവം. അൾസറിനും മറ്റുമായി കേരളത്തിൽ നിന്ന് മരുന്ന് വരുത്തി കഴിക്കുകയായിരുന്ന അശോകന് ലോക്ക്ഡൗൺ മൂലം മരുന്ന് കിട്ടാതായി. ഇതിനിടെ ശാരീരികാസ്വസ്ഥതകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതിനിടെ COVID-19 പരിശോധനയ്ക്കായി സ്രവം ശേഖരിച്ച ശേഷം താമസ സ്ഥലത്ത് ക്വാറന്റൈനിൽ കഴിയാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെയാണ് ആത്മഹത്യ ചെയ്തത്. അതിനിടെ കോവിഡ് ബാധിച്ച് മലപ്പുറം സ്വദേശി അബുദാബിയിൽ മരിച്ചു. തിരൂർ പുറത്തൂർ സ്വദേശിയാണ് കോവിഡ് ബാധിതനായി അബുദാബിയിൽ മരിച്ചത്. മത്സ്യവ്യാപാരിയായിരുന്ന പുളിക്കൽ കുഞ്ഞിമോനാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് 55 വയസ്സായിരുന്നു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാൾക്ക് 7 ദിവസം മുമ്പാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. സംസ്കാരം അബുദാബിയിൽ തന്നെ നടത്തി. അതേസമയം വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ COVID-19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 20,000 കടന്നു. സൗദി അറേബ്യയിൽ വ്യാഴാഴ്ച 518 പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 പേർ മരിച്ചു. ഖത്തറിൽ 392 പേരിലും ഒമാനിൽ 109 പേരിലും രോഗം സ്ഥിരീകരിച്ചു. ഇതിനോടകം ഗൾഫ് നാടുകളിലെ മൊത്തം മരണം 140 ഉയർന്നു. അതിനിടെ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6380 ഉയർന്നു. രോഗികളിൽ 537 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 71 പേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതിനോടകം 990 പേരാണ് രോഗമുക്തി നേടിയത്. കുവൈത്തിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1524 ഉയർന്നു. വ്യാഴാഴ്ച 75 ഇന്ത്യക്കാരടക്കം 119 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ കുവൈറ്റിൽ രോഗബാധിതരായവരുടെ എണ്ണം 1524 ഉയർന്നു. ഇതിൽ 860 പേരും ഇന്ത്യക്കാരാണ്. 1296 പേരാണ് കുവൈറ്റിൽ ചികിത്സയിലുള്ളത്. 32 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. അതേസമയം ഖത്തറിലെ മൊത്തം രോഗികളുടെ എണ്ണം 4103 ഉയർന്നു. 197 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചതെന്ന്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39 പേർക്ക് വൈറസ് ബാധ ഭേദമായി. ഇതോടെ 373 പേർക്കാണ് രാജ്യത്ത് ഇതുവരെ രോഗം ഭേദമായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1794 പേർക്ക് രോഗപരിശോധന നടത്തി. ഇതോടെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമായവരുടെ മൊത്തം എണ്ണം 52,000 കടന്നുവെന്നും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.